എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ്. എൻ്റെ കുട്ടീൻ്റെ രോഗം മാറി കിട്ടണം. അതിൻ്റെ സങ്കടം പറയാനുള്ളത് ഈ നാട്ടുകാരെല്ലാവരോടും കൂടിയിട്ട് നമ്മളെ വിജയിച്ച് തരണം. എൻ്റെ പേര് മോളി. 10 മാസമായി ഡയാലിസിസ് ചെയ്യുന്നു. കിഡ്നി മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മാറ്റി വെക്കണമെങ്കിൽ നല്ല പൈസ വേണം. ഈ പാവങ്ങളായ ഞങ്ങൾക്കതൊന്നും കഴിയൂല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് 6 വർഷമായി സൂക്കർ തുടങ്ങിയിട്ട് 10 മാസമായി ഡയാലിസിസ് ചെയ്യുന്നു. കിഡ്നി മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. മാറ്റി വെക്കണമെങ്കിൽ നല്ല പൈസ വേണം. ഈ പാവങ്ങളായ ഞങ്ങൾക്ക് അതൊന്നും കഴിയൂല. സുഹൃത്തുക്കളെ നമസ്കാരം. ഫൈസൽ കോട്ടക്കൽ. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അമ്മയാണ് മോളി ചേച്ചി. ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഇതുവരെ ആരുടെ മുന്നിലും തങ്ങളുടെ പ്രയാസം പറഞ്ഞിട്ടില്ല. വളരെ അഭിമാനത്തോടു കൂടി, അന്തസ്സോടു കൂടി, സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ആരോടും പറയാറില്ല. ഇപ്പം അവസാന ഘട്ടം എന്ന നിലയിൽ മോളി ചേച്ചി ഇപ്പം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മോളി ചേച്ചി കഴിഞ്ഞ 6 വർഷമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. കഴിഞ്ഞ 5 വർഷത്തോളം മരുന്ന് കുടിച്ചു മെഡിസിൻ്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ 10 മാസമായിട്ട് ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവില്ല. ഇനി കിഡ്നി മാറ്റി വെക്കണം എന്നുള്ളതാണ്. ഭാഗ്യവശാൽ മോളി ചേച്ചിയുടെ ഭർത്താവ് ചന്ദ്രേട്ടൻ ഇവരുടെ മോളി ചേച്ചിയുടെ ഭർത്താവ് ചന്ദ്രേട്ടൻ കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സഹായം ഇല്ലാതെ ഇവർക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വളരെ അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് അവരുടെ കിഡ്നി മാറ്റി വെക്കണം. ഏതായാലും കിഡ്നി ഭർത്താവ് നൽകുക എന്ന് പറഞ്ഞതുകൊണ്ട്, ഭർത്താവ് കൊടുക്കുന്നത് കൊണ്ട് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏകദേശം ഈ കിഡ്നി മാറ്റിവെക്കലും അതിന് ശേഷമുള്ള ചെലവും ഒക്കെ കൂടെ ആയിട്ട് ഒരു 10-15 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. കണ്ണമംഗലം പഞ്ചായത്തിലെ 8-ാം വാർഡ് പടപ്പറമ്പ് എന്ന പ്രദേശത്താണ് ഈ വീട്. ഇവർ ഇതുവരെ ആരുടെ മുന്നിലും യാചിച്ചിട്ടില്ല. മോളി ചേച്ചിയുടെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. ഇപ്പോൾ ഭാര്യയെ നോക്കാനും വേണ്ടി ആ ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ പടച്ചോനെ വിചാരിച്ച് എല്ലാവരും ഉള്ളതിനനുസരിച്ച് ഒന്ന് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഒരു ജനകീയ കമ്മിറ്റി, വാർഡ് മെമ്പറും ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ജനകീയ കമ്മിറ്റി ഉണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇതുവരെ എല്ലാ വീഡിയോസിനും നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി മോളി ചേച്ചിയുടെ മക്കൾ എൻ്റെ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധം കൂടി നമ്മൾ തമ്മിലുണ്ട്. മകന് ഇപ്പോൾ +2 റിസൾട്ട് വന്നു, നല്ല മാർക്കാണ്. പക്ഷെ അവർക്കൊന്നും മുഖത്തൊന്നും ഒരു സന്തോഷമില്ല. വീട്ടിലെ ഉമ്മമാർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ, പ്രത്യേകിച്ച് കിഡ്നി പോലെയുള്ള വലിയ രോഗം വന്നു കഴിഞ്ഞാൽ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ മക്കളുടെ പ്രയാസം, ഭർത്താവിൻ്റെ പ്രയാസം, കുടുംബക്കാരുടെ പ്രയാസം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ രോഗം ഭേദമാവാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദയവ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് ഉള്ളതിനനുസരിച്ച് നിങ്ങൾ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മോളി ചേച്ചിയുടെ അമ്മയാണ്. എനിക്ക് തോന്നുന്നത് ചേച്ചിയെ നോക്കാനും വേണ്ടി ഇപ്പം അമ്മ പെടുകയാണ് അല്ലേ? എത്ര വർഷമായിട്ട്? 10 മാസമായിട്ട് ഇപ്പൊ ഡയാലിസിസ് തുടങ്ങിയപ്പോ അല്ലേ? എവിടെ വെച്ചാ ഡയാലിസിസ് നടക്കുന്നത്? കോട്ടക്കൽ മിംസിൽ വെച്ചാണ് നടക്കുന്നത്. എന്താ അമ്മ മോളെ കുറിച്ച് പറയാനുള്ളത്? മോളെ രോഗം മാറി കിട്ടണം. നമ്മൾ വീടും കുട്ടികളെയും ഒക്കെ ഒഴിവാക്കിയപ്പോൾ മോളെ നോക്കാനായിട്ട് ഇവിടെ അന്ന് എടുക്കാതെ മോളെ ഇട്ടുകാട്ട് നിൽക്കാൻ കഴിയില്ല. എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ്. ആളുണ്ട് പറഞ്ഞിട്ടൊക്കെ ഒന്നിനും കഴിയാത്ത കൂട്ടരാണ്. നമ്മൾ ഉണ്ടാക്കിയിടത്തോളൊക്കെ ഓരോ വൈക്കാച്ച് ഓരോ കാര്യങ്ങളൊക്കെ നടത്തി പോന്ന്. ഇപ്പം ഇനി ഒന്നിനും കഴിയൂല, അച്ഛനാണില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ രോഗം മാറി കിട്ടണം. അതിൻ്റെ സങ്കടം പറയാനുള്ളത് ഈ നാട്ടുകാരെല്ലാവരോടും കൂടിയിട്ട് നമ്മളെ വിജയിച്ച് തരണം. സഹായിച്ചോളൂ, നിങ്ങൾ കരയണ്ട. ഇത് ചേച്ചിയുടെ മകളാണ്. മോള് പറഞ്ഞോളൂ, എന്താ പഠിക്കുന്നത്? ഞാൻ പിജിക്കാണ്. 10 മാസമായി അപ്പോൾ ഡയാലിസിസ് തുടങ്ങിയിട്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക. ഞങ്ങളുടെ അച്ഛൻ കൂലിപ്പണി ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. ഇതുവരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടൊന്നുമില്ല. അച്ഛൻ തന്നെയാണ് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് കാണുന്നവർ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന പോലെ സഹായിക്കണം. അമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവണം എന്നെങ്കിലേ പഴയ പോലെ നല്ലൊരു ലൈഫിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും
സഹായിക്കണം. ഇത് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് സനല്. അവിടെ ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞു. സനല്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം കഴിയുന്നത്ര സഹായം നൽകുക. ഇത് ചേച്ചിയുടെ ഭർത്താവ് ചന്ദ്രേട്ടനാണ്. കൂലിപ്പണിയാണ് അല്ലേ? എന്താ ജോലി? ചെറിയൊരു സ്വീപ്പർ പണിയാണ്. 6 വർഷമായി ഇപ്പോൾ ഈ രോഗം കണ്ടുപിടിച്ചിട്ട് അന്ന് മുതൽ തന്നെ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ ഈ ഡയാലിസ് ചെയ്യാൻ പോകാനൊക്കെ ഞാൻ ഒറ്റക്കാണ്. രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര വർക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പിന്നെ കിഡ്നി മാറ്റി വെച്ചാൽ ഇവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നാണ്. മറ്റുള്ള എല്ലാ വീട്ടിലെ പണിയൊക്കെ ഇപ്പോൾ എടുക്കാൻ ഒരു അമ്മയുടെ ഭയങ്കര ബുദ്ധിമുട്ടി വന്നിരിക്കുകയാണ്. പ്രായമായ ആളാണ്. പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസം ഇതൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഇതുവരെ ആരെ മുന്നിലും കൈ നീട്ടാൻ പോയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഭാരിച്ച സംഖ്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് അല്ലെങ്കിൽ ഈ ഇവർക്ക് ജീവിതത്തേക്ക് തിരിച്ചു വരാമെന്നുള്ളതാണ്. ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. ഇവർക്കൊരു ജീവിതം കിട്ടുക എന്നുള്ളതിലേക്ക് ഞാൻ അതിന് തയ്യാറാണ്. ഞങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല മനസ്സറിഞ്ഞൊന്ന് സഹായിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ എല്ലാവരും പരമാവധി സഹായം ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ഇവിടെ ഒരു നാട് ഒരുമിച്ചുണ്ട്. ഈ വാർഡിലെ മെമ്പർമാർ മാത്രമല്ല, വാർഡിലെ അംഗങ്ങൾ മാത്രമല്ല, ഈ മഹലിലെ ഭാരവാഹികൾ, വാർഡ് മെമ്പർ, പിന്നെ മോളി ചികിത്സാ സഹായ കമ്മിറ്റി എല്ലാവരും കുറേ കാലമായിട്ട് ഇവരുടെ പിറകിലാണ്. ഇപ്പോൾ നമ്മൾ നിവൃത്തികേടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നമ്മുടെ അംസാക്ക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്ന. നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്ത് ചേറൂർ പടപ്പറമ്പിൽ കൊടിഞ്ഞൻ ചന്ദ്രൻ എന്നവരുടെ ഭാര്യ മോളി, ഇവർക്ക് 2016 മുതൽ കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു പുതുജീവൻ ലഭ്യമാകുമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ യോഗം ചേരുകയും അതിനടിസ്ഥാനത്തിൽ മോളി ചികിത്സ സഹായ ഫണ്ട് കമ്മിറ്റി എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഞാൻ ചെയർമാൻ, പിന്നെ പതിയിൽ മരക്കാർ ജനറൽ കൺവീനർ, അഷ്റഫ് EP ഇതിന് ട്രഷറർ, ഇങ്ങനെയുള്ള ഒരു 21 അംഗ സമിതി കണ്ണമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡിലെ പടപ്പറമ്പ് ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരിച്ച തുക ഇതിന് ചിലവ് വരും. അപ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു കർഷക തൊഴിലാളികളാണ്. വളരെ ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബമാണ്. പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു സംഖ്യ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാട്ടിലെ ഉദാര മനസ്കതയുള്ള ആളുകളുടെ കാരുണ്യം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിൽ ഞങ്ങളുള്ളത്. ഇതിലെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് അഷ്റഫ്ക പറയാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. അംസാക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. നമ്മളെ മോളി ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ടുണ്ട്, പുറത്തുള്ള ആളുകൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് അവരെ ഭർത്താവ് പിന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ കിഡ്നി കൊടുക്കുക എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അത് ഏറ്റവും നല്ലൊരു എളുപ്പമുള്ളൊരു വഴിയായി. ഇതിപ്പോൾ ഒരു ഡോണറെ കണ്ടെത്തി ഉണ്ടാക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടും ഭാരിച്ചൊരു ചിലവും വരും. അപ്പോൾ ഒരു വലിയൊരു ഭാരിച്ച ചിലവ് വരുന്നില്ല. മാക്സിമം ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, ഈ കുടുംബത്തെ സഹായിക്കുക. കുടുംബത്തെ സഹായിക്കാൻ ഒരു നാട് ഫുള്ള് ചേർന്ന് പടപ്പറമ്പ് ഒരുമിച്ച് പോടുന്നുണ്ട്. അത് എല്ലാം വലിയൊരു ആശ്വാസമാണ്. ഏതായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, സഹായിക്കുക, കഴിയണ സഹായം ചെയ്യുക. നമ്മുടെ ചെയർമാനും നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പാവപ്പെട്ട ഒരു കുടുംബത്തിലംഗമാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കക്ഷി രാഷ്ട്രീയവും മറ്റൊക്കെ മറന്നുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാവിധ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. മുജീബ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അഷ്റഫെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രയാസത്തിൽ ഒരാൾ ഞാൻ തന്നെ ആവട്ടെ ഒരു വർഷക്കാലം കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിക്കാനുള്ള വെമ്പൽ ആഗ്രഹം ഉണ്ടാകും, മനുഷ്യ സഹജമാണത്. അപ്പോൾ അത് കിഡ്നി കൊടുക്കാൻ ഭർത്താവ് സന്നദ്ധയാവുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയായി തോന്നുകയാണ്. അങ്ങനെയാണ് ഞങ്ങളിത് ഏറ്റെടുത്തത്. ഈ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്, ഞങ്ങളെടുത്ത ആദ്യ തീരുമാനം തന്നെ സമാനമായ കിഡ്നി പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ അനുഭവിക്കുന്നതിൽ അധികമായി എന്തെങ്കിലും കാശ് ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്
സമാനമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നു. അത് നമ്മൾ സന്നദ്ധരാണെന്നും അറിയിക്കുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഈ വിഭവസമാരണമായ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ദൈവം സഹായിച്ച് ശേഷി നഷ്ടപ്പെട്ടവൻ്റെ ഔദാര്യത്തിലാണ് നിനക്ക് സർവസ്വം തന്നത് എന്ന ദൈവവചനത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. ഓക്കെ. ഇവിടെ ചെയർമാനും കൺവീനറും മറ്റ് ഇതിലുള്ളവർ മുജീബ് അടക്കമുള്ളവർ പറഞ്ഞ രീതിയിൽ വളരെ പാവപ്പെട്ട കുടുംബമാണ്. 4 സെൻറ്റ് കോളനിയിൽ താമസിക്കുന്നവരാണ്. കർഷക തൊഴിലാളി കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഈ രീതിയിലുള്ള ഭാരിച്ച ചെലവ് വഹിക്കാൻ വേണ്ടി കഴിയില്ല. എന്തായാലും ഇതിനു വേണ്ടിയിട്ട് സർവകക്ഷി യോഗം ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ജനറൽ കൺവീനർ പറഞ്ഞ പോലെ തന്നെ ഇതിനാവശ്യമായുള്ള ഫണ്ട് സമാഹരിക്കുന്ന കൂട്ടത്തിൽ അധികമായി വരുന്ന ഈ സമാനമായുള്ള ആളുകൾക്ക് ഉപയോഗിക്കണം എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഇതിലുണ്ടാവണം. അത് അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളോട്. ഇതാണ് പൈസ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അറിയുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ് ഈ ചന്ദ്രേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ രോഗമായി കിടക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ, കർഷക തൊഴിലാളി കുടുംബത്തിൽ ഒരു അംഗത്തിന് ഈ രീതിയിലുള്ളൊരു അസുഖം വരുന്ന സമയത്ത് നമുക്കറിയാം രോഗിയാണോ ശുശ്രൂഷിക്കേണ്ടത് അല്ല ജോലിക്കാണോ പോകേണ്ടത് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ടാവുക. വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ കുടുംബത്തിന് ഭാരിച്ചൊരു ചിലവുള്ളത് കൊണ്ട് ഇവിടെ നാട്ടിലെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് മുന്നേറുകയാണ്. ദൈവം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ ഒന്ന് പരിഗണിച്ച് വേണ്ട രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. സുബ്രേട്ടല്ലേ? അതെ, ചേറൂര് പടപ്പറമ്പ് പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഈ മോളി ചികിത്സാ സഹായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ളൊരു അവസരം എൻ്റെ സഹപ്രവർത്തക കെ ഹംസ സാഹിബ് മെമ്പർ ആയിട്ട് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിച്ചത്. അതുപോലെ തന്നെ മരക്കാരൊക്കെ ഒരുപാട് പെയിൻ പാലിറ്റീവിലും അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിലും പ്രവർത്തന പരിചയമുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ അഷറഫ് പിന്നെ എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പരിചയസമ്പന്നനാണ്. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇത്രയും ഒരു പാവപ്പെട്ടവൻ്റെ ഒരു സഹായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയ ഇവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഇതിന് വേണ്ടപ്പെട്ട സഹായങ്ങൾ എത്തിക്കാനുള്ള സഹായ സഹകരണങ്ങൾ സന്മനസ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി. സത്താർക്ക പടപ്പറമ്പ് എസ് ടി കോളനിയിലെ മോളി കുടുംബ സഹായ കമ്മിറ്റിക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിച്ചു. 4 സെൻറ്റ് കോളനിയിൽ വളരെ പ്രയാസപ്പെട്ട രീതിയിലാണ് അവരും കുടുംബവും താമസിക്കുന്നത്. മുകളിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. ചെറൂർ പടപ്പറമ്പിൽ കോളനിയിൽ താമസിക്കുന്ന നമ്മുടെ ചന്ദ്രൻ്റെ ഭാര്യ വളരെ പ്രായം കുറവാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കൂട്ടായ്മ ചെയ്ത് ഇവിടെ സർവകക്ഷി ഒരു യോഗം ഉണ്ടാക്കിയത്. ഇതിൻ്റെ സാമ്പത്തികമെല്ലാം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടുന്നത് നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്ത് അതിനെ ആ ജീവൻ രക്ഷിക്കണം എന്ന് റബ്ബിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ അതുപോലെ മെമ്പർമാരെല്ലാവരും സംസാരിച്ച് അതേപോലെ തന്നെ പറയാനുള്ളത് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും അവനെ കൊണ്ട് കഴിയേണ്ട സഹായങ്ങൾ എല്ലാവരും എത്തിച്ചു കൊടുക്കുക. എല്ലാ ഫണ്ടുകളും അത്രയും പാവപ്പെട്ട ടീമാണ്, കൃഷിക്കാരാണ്. അപ്പോൾ അവനെ കൊണ്ട് കഴിയേണ്ട സഹായങ്ങൾ എല്ലാവരും ചെയ്യാം. സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് ഇവിടെ എല്ലാവരും പറഞ്ഞു ഇത്ര ഐക്യത്തോടു കൂടിയാണ് ഈ കണ്ണമംഗലം പഞ്ചായത്തിലെ പടപ്പറമ്പിലെ മോളി ചേച്ചിക്കും വേണ്ടിയിട്ട് ഇവർ കുറേ കാലമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. കാരണം ഇനി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാതെ അപേക്ഷിക്കാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ചിലവാണ്, നമുക്കറിയാം.
കിഡ്നി നമുക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും താളം തെറ്റും. ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്, അദ്ദേഹത്തിനും ഇതിൽ കൂട്ടിയാൽ കൂടൂല. പിന്നെ വൈഫിനെ ശുശ്രൂഷിക്കേണ്ട ഒരു ജോലിയിൽ മുന്നോട്ട് പോവുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി കഴിയുന്നതിനനുസരിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഉള്ളതിനനുസരിച്ച് സഹകരിക്കുക. ഈ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഐക്യത്തോടു കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭർത്താവാണ് വൃക്ക നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഉള്ള വിഹിതം നൽകിയിട്ട് നമ്മളെ ഈ വിഷയത്തോടു കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സംബന്ധമായ ചികിത്സ സംബന്ധമായ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കണ്ണമംഗലം അച്ചനമ്പലം പ്രദേശത്തുള്ള കേരള ഗ്രാമീണ ബാങ്കിൽ ഇതിൻ്റെ ചെയർമാൻ KK ഹംസ, കൺവീനർ P മരക്കാർ, റഹർ അഷ്റഫ്, അങ്ങനെ 3 പേരുടെ പേര് ജോയിൻ്റ് അക്കൗണ്ടായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിലേക്കാണ് ധനം നിക്ഷേപിക്കേണ്ടത്, വ്യക്തിപരമായിട്ടല്ല. താങ്ക് യു.